ദിലീപ് കുമാർ കൂടിയുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി. ദിലീപ്, ഇതിപ്പോൾ ലോകത്തെ തന്നെ ഞെട്ടിച്ചുകൊണ്ടുണ്ടായ ഒരു ആക്രമണമാണ്. 3 ആണവ കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തിയിരിക്കുന്നു. അത് അമേരിക്ക സ്ഥിരീകരിക്കുന്നു. ഇറാന്റെ ഭാഗത്തു നിന്നും സ്ഥിരീകരണം ഉണ്ടാവുകയാണ്. അപ്രതീക്ഷിതമെന്ന് പറയാൻ കഴിയില്ല, പക്ഷേ ഇത് ഞെട്ടലുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. ഒരു ടേണിംഗ് പോയിന്റിലേക്ക് ഇത് എത്തിയിരിക്കുന്നു എന്ന് തന്നെ വേണ്ടേ വിലയിരുത്താൻ? അനുജ, ഇനി എന്ത് എന്നതാണ് ലോകം ഉറ്റുനോക്കുന്നത്. ഇതൊരു വലിയ ലോകയുദ്ധത്തിലേക്ക് മാറുമോ, അതോ അമേരിക്ക കൂടുതൽ ശക്തിയോടുകൂടി ഇറാനെ പ്രഹരിക്കുമോ, ഇറാൻ തിരിച്ച് പ്രത്യാക്രമണം അമേരിക്കയ്ക്കും ഇസ്രയേലിനും മാത്രമായി പരിമിതപ്പെടുത്തുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇനി അറിയാനിരിക്കുന്നതേ ഉള്ളൂ. അടുത്ത നീക്കം എന്ത് എന്നത് ഏറ്റവും പ്രധാനമാണ്. ഇറാൻ നേരത്തെ ചില മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു. അമേരിക്ക ഈ യുദ്ധത്തിൽ പങ്കാളിയാവുകയാണെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതം ഗുരുതരമായിരിക്കുമെന്ന് ഇറാൻ പരമോന്നത നേതാവ് ഖംനേയിയും അതോടൊപ്പം ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അഗ്രാച്ചിയും മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ്. 2 ആഴ്ച സമയപരിധി ഇക്കാര്യത്തിൽ അമേരിക്ക നേരത്തെ നിശ്ചയിച്ചിരുന്നതുമാണ്. അതിനിടെയാണ് പൊടുന്നനെ ഈ ഒരു ആക്രമണം, ഇറാന്റെ പ്രധാനപ്പെട്ട ആണവ നിലയങ്ങൾ കേന്ദ്രീകരിച്ച് ആക്രമണം നടത്തിയത്. 3 ആണവ നിലയങ്ങളും തകർത്തു തരിപ്പണമാക്കിയെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടത്. ഇനി സമാധാനത്തിൻ്റെ പാതയിലേക്ക് വരേണ്ടത് ഇറാനാണ്, അതിനുള്ള അവസരമാണ് ഇപ്പോഴുള്ളതെന്നും അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞിരുന്നു. പക്ഷേ ഇറാനെ സംബന്ധിച്ച് ഏതായാലും ഈ അമേരിക്ക കൂടി യുദ്ധത്തിൽ പങ്കാളിയായിരിക്കുകയാണ്. ഇസ്രയേലിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് അമേരിക്ക പെട്ടെന്ന് യുദ്ധത്തിലേക്ക് എടുത്തുചാടിയത് എന്ന കാര്യത്തിൽ സംശയമില്ല. രാജ്യാന്തര ആണവോർജ്ജ ഏജൻസി അടക്കം കഴിഞ്ഞ ദിവസം UN-ൽ ഇറാന്റെ ഭാഗത്ത് വിനാശകരമായ അണുബോംബ് ഉണ്ടാക്കുന്നതിൻ്റെ സൂചനകളില്ല എന്ന കാര്യം അറിയിച്ചിരുന്നതാണ്. നേരത്തെ US-ലെ ഇന്റലിജൻസ് മേധാവി തുൾസി ഗബാർഡും ആ നിലയിലുള്ള ചില പ്രതികരണങ്ങളാണ് നടത്തിയിരുന്നത്. പിന്നീട് തുൾസി ഗബാർഡിനെ തള്ളിക്കളയുകയാണ് ട്രംപ് ചെയ്തത്. വളരെ ക്ഷോഭത്തോടു കൂടിയാണ് പിന്നീട് ട്രംപ് ഇക്കാര്യത്തിൽ സംസാരിക്കുകയും ചെയ്തത്. അവർക്ക് ഇക്കാര്യത്തെക്കുറിച്ച് യാതൊരു ധാരണയുമില്ല എന്ന നിലയിലൊക്കെ പ്രതികരണം നടത്തിയിരുന്നു. ഇനി ഇറാനെ സംബന്ധിച്ച് അമേരിക്കൻ സൈനിക താവളങ്ങൾ ഗൾഫ് മേഖലയിലുണ്ട്. അവർക്കു നേരെ ഇനി ഇതിന് പ്രത്യാക്രമണം നടത്തുമോ, അതോ മറ്റു ചില മാർഗങ്ങൾ, പ്രത്യേകിച്ച് ഹോർമുസ് കടലിടുക്ക്, പ്രധാനമായും എണ്ണ, ഈ പേർഷ്യൻ ഗൾഫ് രാജ്യങ്ങളിലെ എണ്ണ കയറ്റുമതി ചെയ്യുന്നത് പ്രധാനമായും അതിൻ്റെ കപ്പലുകൾ കടന്നു പോകുന്നത് ഈ ഹോർമുസ് കടലിടുക്ക് വഴിയാണ്. ആ ഹോർമുസ് കടലിടുക്ക് അടയ്ക്കുമോ എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. മറ്റൊന്ന്, ഇറാഖിലെ ചില ഗ്രൂപ്പുകൾ, അത് നേരത്തെ തന്നെ ഈ അമേരിക്കൻ അധിനിവേശവുമായി ബന്ധപ്പെട്ടൊക്കെ അവിടെ എതിർപ്പ് ഉയർത്തിയിരുന്ന ഗ്രൂപ്പുകൾ, അവർ ഇറാനൊപ്പം ചേർന്ന് ഇതിന് അമേരിക്കയുടെ സൈനിക താവളങ്ങൾ ഇപ്പോഴും അവിടെയൊക്കെ ഉണ്ട്, അവർക്കെതിരായ തിരിച്ചടി നടത്തുമോ? യമനിലെ ഹൂതികൾ, അവർ ഇതിനകം തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അമേരിക്കൻ ചരക്കു കപ്പലുകൾ ഈ മെഡിറ്ററേനിയൻ ചെങ്കടൽ ഭാഗത്തുകൂടി കടന്നു പോകുന്ന കപ്പലുകൾ മുക്കും എന്ന ഭീഷണിയാണ് അവരുടെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നത്. അങ്ങനെ ഇത്തരത്തിലുള്ള ഒരു ആക്രമണത്തിന് ഇവരൊക്കെ സജ്ജമാകുമോ? എന്തായിരിക്കും പ്രത്യാഘാതം? അതോടൊപ്പം തന്നെ ഇറാന്റെ പക്ഷത്ത് നിൽക്കുന്ന റഷ്യയും ചൈനയും അവർ നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ് ഇത്തരത്തിലുള്ള ഒരു ആക്രമണത്തിലേക്ക് അമേരിക്ക പോകരുതെന്ന്. മാത്രമല്ല, സമാധാന പ്രവർത്തനങ്ങൾക്കാണ് ഇറാൻ ആണവോർജ്ജം ഉപയോഗിക്കുന്നത് എന്നായിരുന്നു ഇരു രാജ്യങ്ങളുടെയും നിലപാട്. അതുകൊണ്ട് ഈ രാജ്യങ്ങളുടെ അടക്കം നിലപാടുകൾ ഇനി വരാൻ പോകുന്ന മണിക്കൂറുകളിൽ എന്തായിരിക്കും സംഭവിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അനുജ.